എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ ആദരിക്കപ്പെടുന്നുവോ അവിടെയാണ് ദേവന്മാർ ദേവതമാർ അവരുടെ വിഹാരം നടത്തുമെന്ന പുരാണങ്ങളിലെ വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഭാരതത്തിൽ സ്ത്രീ സുരക്ഷിതയാണ്. ഈ ഭാരതത്തിലെ 132 കോടിയിലധികം വരുന്ന ജനങ്ങളിൽ ഏതാണ്ട് 50% വരുന്ന സ്ത്രീകളിൽ 100% പറയുവാൻ സാധിക്കും ഭാരതത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ, മൗലിക അവകാശങ്ങൾ, ഭാരതത്തിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ത്രീ ഭാരതത്തിൽ സുരക്ഷിതയാണ്. കാരണം കണ്ടുവരുന്ന കാലഘട്ടങ്ങളിലെല്ലാം സ്ത്രീ സുരക്ഷയെപ്പറ്റി അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയുടെ കണിശമായ കാര്യങ്ങളാണ്, കണിശമായ നിയമ സംവിധാനങ്ങളാണ് നാം ഓരോരുത്തരും ഭാരതത്തിൽ കണ്ടുവരുന്നത്. കൃത്യമായ നിയമങ്ങളും അത് നടപ്പിലാക്കാനുള്ള ഭരണാധികാരികളുടെ കഴിവുമാണ് ആ സ്ത്രീ സുരക്ഷയുടെ നട്ടെല്ല്. നമസ്കാരം. കേരളത്തിൽ നമസ്കാരം. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന നിയമങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും കീഴിൽ സ്ത്രീ സുരക്ഷിതയാണോ? തീർച്ചയായും അല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. 1921 മുതൽ ഇന്ത്യ വികസനം ആർജിക്കുന്ന രാജ്യമാണ്. അതെ, വികസനത്തിലുള്ള ഈ ഒരു മെല്ലെ പോക്ക് തന്നെയാണ് നമുക്ക് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും കാണാൻ സാധിക്കുന്നത്. സ്ത്രീ ഇന്ന് സുരക്ഷിതയാണ്, ഒറ്റവാക്കിൽ തന്നെ ഇല്ല എന്ന് പറയാൻ സാധിക്കും. എന്റെ സുഹൃത്തിവിടെ പറയുകയുണ്ടായി നിയമങ്ങളെ കുറിച്ച്. അതെ, ഞാനും സമ്മതിക്കുന്നു, ഒരുപാട് നിയമങ്ങളുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് ആയാലും പോലീസ് ആക്ട് ആയാലും IT ആക്ട് ആയാലും ആക്ടുകൾ മാത്രം, അതായത് നിയമ പുസ്തകങ്ങളിൽ മാത്രം നിയമം ഒതുങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നൈറ്റ് ലൈഫ് പോലുള്ള കോൺസെപ്റ്റുകൾ ഡെവലപ്ഡ് കൺട്രീസിൽ നടക്കുമ്പോൾ അത് വെറും ചിന്തിക്കാൻ മാത്രമായി മാറുകയാണ്. ഇന്ന് മാനവീയ വീതി പോലെ പല കോൺസെപ്റ്റുകളും കൊണ്ടുവന്നെങ്കിലും പദ്ധതികൾ മാത്രമായി മാറുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, രാത്രി പുറത്തിറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം തന്നാൽ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പറ്റില്ല. കാര്യം എനിക്കറിയാം ഞാൻ ഇന്ത്യയിൽ സുരക്ഷിത അല്ല എന്ന്. രണ്ടുപേർക്കും അവരുടെ വാദങ്ങൾ അവതരിപ്പിക്കാനുള്ള സമയമാണ്. 5 മിനിറ്റ് സമയമാണ് രണ്ടുപേർക്കും കൂടി നൽകുക. നിങ്ങളുടെ സമയം ദീർഘിച്ചു പോകുമ്പോൾ ഇവിടെ മോഡറേറ്റർ ഇന്റർഫിയർ ചെയ്യുന്നതായിരിക്കും. ഒരാൾ പറയുമ്പോൾ അയാളുടെ പോയിന്റ് ഖണ്ഡിച്ചുകൊണ്ട് അടുത്ത ആൾക്ക് പറയാവുന്നതാണ്. പക്ഷേ പരസ്പരമുള്ള സമയം നിങ്ങൾ പറയുന്ന ആശയം പൂർത്തിയാക്കാൻ നൽകേണ്ടതുമാണ്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. രാജവീതികളിൽ സ്ത്രീകൾ സുരക്ഷിതമാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. എൻ്റെ സുഹൃത്ത് പറഞ്ഞ വാദഗതികൾ മുമ്പിലേക്ക് നിർത്തി വെക്കുമ്പോഴും നൈറ്റ് ലൈഫ് പോലുള്ള എല്ലാവിധ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചു തന്നെയാണ് ഓരോ സ്ത്രീയും ഈ ഭാരതത്തിലൂടെ കടന്നു പോകുന്നത്. കാരണം സ്വാതന്ത്ര്യം അനുഭവിച്ചു പോകുന്ന സ്ത്രീകളുടെ അവസ്ഥ വളരെ ദാരുണമാണ്. ഇന്ന് പോലും പത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100,000 കേസുകൾ കാണാൻ സാധിക്കും. ആ കേസുകൾക്ക് തീർച്ചയായിട്ടും തീർപ്പ് വന്ന എല്ലാ ചരിത്രങ്ങളും ഭാരതത്തിന്റെ എല്ലാ നിയമ ഏടുകളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് കാര്യം? എത്ര കാലങ്ങൾ കഴിഞ്ഞാണ് ആ വ്യക്തിക്ക് നീതി കിട്ടുന്നത്? നീതി കിട്ടാത്ത എത്ര കേസുകളാണുള്ളത്? നീതി കിട്ടാത്ത കേസുകളെക്കാൾ കൂടുതൽ നീതി കിട്ടിയ കേസുകളാണ് ഈ ഭാരതത്തിന്റെ എല്ലാ നിയമ സംവിധാനങ്ങൾക്കും മുമ്പിലുള്ളത്. 2017 സെൻസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 58% വുമൻ സേഫ്റ്റിയുടെ സെൻസസ് പറയുന്നത്. എന്നാൽ ഇന്ന് 2023 അത് 17% ആയിട്ട് കുറയുന്നു. ഇത് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഭാരതത്തിലെ സ്ത്രീകൾക്ക് പോലും ഉള്ളിൽ ആ ഭയം ഉണ്ടെന്നാണ്. റിപ്പോർട്ട് ചെയ്യാതെ പോയ കേസുകൾ വളരെ അധികമാണ്. കേവലം കണക്കുകൾ നിരത്തിയല്ല, യാഥാർത്ഥ്യങ്ങൾ നിരത്തി വേണം നമ്മൾ സംസാരിക്കാൻ. കണക്കുകൾ നിരത്തിയല്ല, യാഥാർത്ഥ്യങ്ങൾ നിരത്തി വേണം സംസാരിക്കാൻ. കാരണം ഭാരതത്തിൽ നിലനിൽക്കുന്ന ആക്ട് അല്ലെങ്കിൽ മറ്റേത് ആക്ട് ആയിക്കോട്ടെ, ഒരു സ്ത്രീയെ 14 സെക്കൻഡ് തുറിച്ചു നോക്കിയാൽ പോലും കേസെടുക്കാൻ നിയമമുള്ള രാജ്യമാണ്. സ്ത്രീ സുരക്ഷിതയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ എത്ര റിപ്പോർട്ടാണ് ചെയ്യുന്നത്? എത്ര കേസുകളാണ് റിപ്പോർട്ട് ചെയ്ത കേസുകൾക്ക് കൃത്യമായ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള രാജ്യമാണ്. കാരണം അതിന് ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി കൃത്യമായ റിസൾട്ട് വന്നിട്ടുള്ള കേസിന് വിധി വന്നിട്ടുള്ള ജിഷയുടെ കേസ് പോലും കൃത്യമായി വിധി പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ്. എത്ര കാലം കഴിഞ്ഞാണ്? അത് വെറും ഒരൊറ്റ കേസാണ്. നിയമങ്ങൾ സുരക്ഷിതരാണോ അല്ലയോ? സ്ത്രീകൾ സുരക്ഷിതരല്ലാത്തത് കൊണ്ടാണ് ജിഷ കൊല്ലപ്പെട്ടതെന്ന് ആദ്യം മനസ്സിലാക്കണം സഹോദരൻ. കൊല്ലപ്പെട്ടതിന്റെ കാര്യങ്ങൾ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് സംസാരിക്കട്ടെ. സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണ് ഒരു സ്ത്രീയുടെ മേലെ അതിക്രമം കാണിക്കാൻ ഒരു പുരുഷന് ധൈര്യം വന്നത്. നിയമം നമ്മൾ സുരക്ഷിതരല്ലാത്തത് കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീ എവിടെ ഒരു സ്ത്രീക്കെതിരെ ഒരു കുറ്റകൃത്യം എവിടെയെങ്കിലും നടക്കപ്പെടുന്നു, അത് റിപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ പോലും സ്ത്രീ ആ കേസെടുക്കുന്ന ഒരു നിയമ സംവിധാനമുള്ള ഈ രാജ്യത്ത് സ്ത്രീക്കെതിരെ ഒരു
സംഭവിച്ചാൽ തന്നെ സ്ത്രീക്കെതിരെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ തന്നെ അതിന് ഉടനടി പരിഹാരം കണ്ടെത്തുന്ന ഭരണാധികാരികൾ, നിയമ സംവിധാനങ്ങൾ, നിയമസംഹിതകൾ, നിയമപാലകര് എല്ലാമുള്ള കൃത്യമായി നടപ്പിലാക്കുന്ന രാജ്യമാണ് ഇന്ത്യയെ. സ്ത്രീ സുരക്ഷിതരല്ല. നിയമ പുസ്തകങ്ങളിൽ മാത്രം മാറി നിൽക്കുന്നത് കൊണ്ടാണ് സുഹൃത്ത് ആദ്യം പറഞ്ഞ പോലെ ജിഷയുടെ കേസും മറ്റും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇന്ത്യൻ നിയമങ്ങളിൽ സ്ത്രീ സുരക്ഷിതയല്ല. ഒരു സ്ത്രീയായ ഞാൻ തന്നെ പറയുകയാണ്, ലൈഫ് പോലുള്ള കോൺസെപ്റ്റുകൾ ചിന്തിക്കാൻ നല്ലതാണ്. എന്നാൽ കേരളത്തിൽ അത് നടക്കുമോ? തീർച്ചയായിട്ടും നടക്കുന്നു. എറണാകുളം പോലുള്ള സിറ്റികളിൽ നടക്കുന്നുണ്ടല്ലോ. കൃത്യമായിട്ട് അതിനുള്ള കോൺസെപ്റ്റുകൾ, അതിനുള്ള കാര്യങ്ങൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ കാണുന്നതാണ്. പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ ഈ കേസുകളെ പറ്റിയും ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു ലൈഫ് അനുഭവിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഞാൻ. സ്ത്രീകൾക്കൊപ്പം ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ തീർച്ചയായിട്ടും അവർ സുരക്ഷിതരായി അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ആഘോഷങ്ങൾക്ക് എല്ലാം കൃത്യമായി നടത്തപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. കാരണം അവർക്കറിയാം അവരെ സംരക്ഷിക്കുന്ന ഭരണാധികാരികളുണ്ടെന്ന്, അവരെ സംരക്ഷിക്കുന്ന നിയമങ്ങളുണ്ടെന്ന്, അവർക്ക് ചുറ്റും ശക്തി തീർക്കുന്ന, വലയം തീർക്കുന്ന, സംരക്ഷണം തീർക്കുന്ന അധികാരവർഗവും പോലീസും തന്നെയാണ് സ്ത്രീകൾ പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമങ്ങൾ അതെല്ലാം പുസ്തകങ്ങളിലുണ്ട്, ഞങ്ങൾ എല്ലാം സമ്മതിക്കുന്നു. എന്നാൽ എത്ര സ്ത്രീകൾക്കാണ് ഇപ്പോൾ തന്നെ ധൈര്യമുണ്ടോ മുമ്പോട്ട് വരാൻ? ധൈര്യമുണ്ടോ ചോദിക്കുന്നു. ധൈര്യമുണ്ടോ മുമ്പോട്ട് വരാൻ? അല്ലാതെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നതല്ലാതെ ധൈര്യപൂർവ്വം മുൻപോട്ട് വന്നാൽ 100% സാക്ഷരമായ കേരളത്തിൽ, ആഢ്യത്വമുള്ള ഭാരതത്തിൽ സ്ത്രീക്ക് സുരക്ഷിതത്വം ഉറപ്പിക്കുന്നത്. സാക്ഷി മാലിക് മുന്നോട്ട് വന്ന് സുഹൃത്ത് തന്നെയല്ലേ പറഞ്ഞു, മുന്നോട്ട് വന്ന് ധൈര്യമുണ്ടെങ്കിൽ പറയൂ. സാക്ഷി മാലിക് തുറന്നു തന്നെയാണ് അവൾക്കെതിരെ ഉണ്ടായ അതിക്രമം പറഞ്ഞത്. എന്നിട്ട് എന്താണ് അവളുടെ കരിയറിനെ സംഭവിച്ചത്? ഞങ്ങളുടെ ഇന്ത്യയിലെ സാക്ഷി മാലിക്കിനെതിരെ ദ്രോഹം ചെയ്ത ആ രാഷ്ട്രീയ വ്യക്തിക്കെതിരെ കൃത്യമായ നടപടികൾ എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഭാരതത്തിൽ ആർജവമുള്ള സർക്കാർ, ഭാരതത്തിൽ കഴിവുള്ള സർക്കാർ, നിയമ സംവിധാനങ്ങൾ സ്ത്രീക്ക് കൂടെ നിന്നുകൊണ്ട് അത് നടത്തുന്നുണ്ട്. അവർക്ക് എന്ത് നീതിയാണ് ലഭിച്ചത്? സ്പോർട്സ് കരിയർ നഷ്ടപ്പെട്ടു പോയി. നമുക്കൊരു സ്പോർട്സ് കരിയർ നഷ്ടപ്പെട്ടു എന്ന വാദഗതി അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, ആ സാക്ഷി മാലിക്കിനെതിരെ കുറ്റകൃത്യം നടത്തിയ ആൾക്ക് കൃത്യമായിട്ടുള്ള പണിഷ്മെന്റ് ഭാരതത്തിലെ ഭരണഘടന അനുസരിച്ച്, ഭരണഘടന അനുച്ഛേദമനുസരിച്ച്, CRPC അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം നേരിടുന്നു. ഇതെന്തുകൊണ്ട്? ആർജവമുള്ള നിയമപാലകർ കൃത്യമായ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. സമയം അവസാനിച്ചിരിക്കുന്നു. നമുക്കൊന്ന് കൈയടിക്കാം. നല്ല രീതിയിൽ അവർ